പ്ലാറ്റ്ഫോമിലാണ് നാം ഏവരും ഉള്ളത്. ഡിവിഷന്റെ 312ാമത്തെ സെഷനിലാണ്. വളരെ സന്തോഷമാണ് ഇന്നത്തെ സെഷൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ പേഴ്സണെ ഇൻവൈറ്റ് ചെയ്യാനും പരിചയപ്പെടുത്താനും കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് റോഹിണി മുത്തൂർ മാഡമാണ്. മാഡം ജെൻഡർ ട്രെയിനറായിട്ട് കില, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, വനിതാ കമ്മീഷൻ, വനിതാ ശിശു വികസന വകുപ്പ് തുടങ്ങിയ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിൽ ട്രെയിനറായിട്ട് പ്രവർത്തിച്ചു വരുന്നു. പരിശീലക, മോട്ടിവേഷണൽ സ്പീക്കർ, സോഷ്യൽ വർക്കർ എന്നീ നിലകളിൽ മാഡം സജീവമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, സമത്വം എന്നത് എല്ലാവരെയും ഒരുപോലെ കാണുന്നതല്ല. അത് ഓരോരുത്തരെയും തുല്യമായ അവസരവും ബഹുമാനവും ഒക്കെ ഉറപ്പാക്കുന്നതിലാണെന്നൊക്കെ നമ്മൾ അറിയാം. എന്നാൽ ഇതിന്റെ ഒരു ഡീപ്പർ ആയിട്ടുള്ള വേർഷൻ മാഡത്തിന്റെ ഇന്നത്തെ സ്പീക്കില് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി റോഹിണി മാഡത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മാഡത്തെ സജസ്റ്റ് ചെയ്തത് മഹീദ മാഡമാണ്. മഹീദ മാഡത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഡിവിഷന്റെ ഡയറക്ടർ ന്യൂസിയ മാഡം, ടീം ഇൻചാർജിലെ ജസീറ മാഡം, സീനത്ത് മുനീർ, അങ്ങനെ ടീം ഇൻചാർജിലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ സെഷനെ വൈബ്രന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിസിപ്പൻസിനെ പ്രത്യേകം ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഓവർ ടു റോഹിണി മാം. താങ്ക് യു മാം. താങ്ക് യു ജംഷി സാർ. കേൾക്കാമല്ലോ അല്ലേ? എന്താ പറയാ, മനോഹരമായ രാവിലെ തന്നെയുള്ള മനോഹരമായ വാക്കുകൾക്ക് നന്ദി. ഞാൻ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഈ ജെൻഡർ എന്നുള്ള വിഷയം മറ്റുള്ള വിഷയങ്ങൾ പോലെയല്ല. ഞാനിങ്ങനെ നിങ്ങളുടെ 1-2 ക്ലാസ്സുകളിലൊക്കെ ഞാനും കയറി. ബാക്കിയുള്ള വളരെ ഭംഗിയായിട്ട് പോകുന്ന ഒരു ട്രെയിനിങ് ഡിവിഷനാണ് എന്നറിയാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ജെൻഡർ എന്നുള്ള വിഷയം ഈ ഒരു അരമണിക്കൂറിലേക്ക് ഒതുക്കുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള പണിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ വിഷയം എത്രമാത്രം ദഹിക്കും എന്നുള്ളതും എനിക്കറിഞ്ഞൂടാ. കാരണം വെച്ചാൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും ഉള്ള ആളുകളാണ്. മേ ബി നിങ്ങൾ ഒരു സ്ഥിരം ഇത്തരം ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളിൽ ഞാൻ ഈ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് സമയപരിമിതി ഉണ്ടെങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ, ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എന്നോട് ഇങ്ങോട്ട് ചോദിക്കരുത്, ഉണ്ടെങ്കിൽ ഒരു പുനർജന്മം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഇതിനകത്തുള്ള ഗ്രൂപ്പിനകത്തുള്ള സ്ത്രീകളോടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് ആരായി ജനിക്കണം എന്നുള്ളത്. സ്ത്രീകളോടാണ് ആദ്യം ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്, സമയമില്ലാത്തതുകൊണ്ട്. സ്ത്രീയായി തന്നെ ജനിക്കണം, പുരുഷനായി ജനിക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജെൻഡറിൽ ജനിക്കണം, ജനിക്കേ വേണ്ട. ഇത്രയും ഓപ്ഷൻസ് ആണ് സ്ത്രീകൾക്കുള്ളത്. പുരുഷന്മാരോടും തിരിച്ചതേ ചോദ്യം ചോദിക്കുന്നു. പുരുഷനായി തന്നെ ജനിച്ചാൽ മതി, അല്ലെങ്കിൽ സ്ത്രീയായി ജനിക്കണം, അല്ലെങ്കിൽ മറ്റേത് ജെൻഡറിൽ ജനിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ജനിക്കേ വേണ്ട. ഒന്ന് നിങ്ങൾ ഞാൻ അതിനെ മറുപടി കിട്ടിയിട്ടെടുത്ത് തുടങ്ങുന്നൊന്നുമില്ല. നിങ്ങളെ മെസ്സേജ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക, ആരായിട്ടാണ് നിങ്ങൾ ജനിക്കേണ്ടത് എന്നുള്ളത്. ഞാൻ ഈ ചോദ്യം 26 വർഷമായിട്ട് ജെൻഡർ എന്നുള്ള വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സ്കൂളിലായാലും കോളേജിലായാലും ജനപ്രതിനിധികൾ, പോലീസുകാരുടെ ആരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും സ്ത്രീകൾ പല ആൾക്കാരും പറയാറുണ്ട് ജനിക്കേ വേണ്ടാന്ന്. നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്തിരുന്ന ജനിക്കേ വേണ്ട എന്ന ഓപ്ഷൻസ് ഉള്ള ധാരാളം സ്ത്രീകളുണ്ട്. നേരെ മറിച്ച് പുരുഷന്മാരുടെ ഓപ്ഷൻസിൽ വളരെ മനോഹരമായിട്ട് വളരെ ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ വരെ പറയാറുണ്ട്, ഞങ്ങൾക്ക് പെണ്ണായി ജനിച്ചാൽ മതി. ഈ പെണ്ണായി ജനിച്ചാൽ മതി വൈ എന്നുള്ളത് ചോദ്യം ചോദിക്കുമ്പോൾ, അതേപോലെ തന്നെ പുരുഷന്മാരെല്ലാവരും ഞങ്ങൾക്ക് പുരുഷന്മാർ തന്നെ ആയിട്ട് തന്നെ ജനിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ ഈ പെണ്ണായി ജനിച്ചാൽ മതി എന്ന് പറയുന്ന ആൾക്കാരോടും പുരുഷനായി ജനിക്കണം എന്ന് പറയുന്ന ആൾക്കാരോടും ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, മറുപടി അവിടെ വ്യക്തമാണ്. എങ്കിലും പുരുഷന്മാർ പറയാറ് ഈ പെണ്ണുങ്ങൾക്കാണ് ഇവിടുത്തെ എല്ലാ നിയമവും. കാരണം പെണ്ണുങ്ങൾ അതുകൊണ്ട് തന്നെ ഓൾക്കിപ്പോൾ എന്താ സുഖമല്ലേ, ഇനിയിപ്പോൾ ഇവിടെ പുരുഷ കമ്മീഷനാണ് വരേണ്ടത് എന്ന് വരെ പറഞ്ഞ് എത്തി നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള ധാരാളം പുരുഷന്മാർ. ചില സ്ത്രീകളും പറയാറുണ്ട് ഈ പുരുഷന്മാർക്കും നമ്മൾ മാഡം അനുകൂലമായിട്ട് സംസാരിക്കണം. ഞാനൊരു പുരുഷ വിദ്വേഷിയൊന്നല്ല, എൻ്റെ ഏറ്റവും നല്ല അടുത്ത സുഹൃത്തുക്കളിൽ പുരുഷന്മാരാണ് ഉള്ളത്. എങ്കിൽ പോലും നമ്മൾ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ലിംഗ
ഒക്കെ വിഷയമാക്കി സംസാരിക്കേണ്ടി വരിക, അല്ലെങ്കിൽ സംവരണത്തിന് വേണ്ടി വാദിക്കേണ്ടി വരിക. നിയമസഭയിൽ 33% സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതിൻ്റെ തുല്യ പ്രാതിനിധ്യ മൂവ്മെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. പാർലമെൻറ്റിൽ പല പ്രാവശ്യം മാറ്റിവെച്ച നിയമങ്ങൾ, പിന്നെ ചർച്ചകൾ ഒടുവിൽ നിയമമായി വന്നപ്പോൾ ഒരുപാട് ക്ലോസ് വെച്ചിട്ട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള തുല്യ പ്രാതിനിധ്യം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഈ പിന്നെ സ്ത്രീയും പുരുഷനും മാത്രമാണ് ഇവിടെ ലോകത്തുള്ളൂ എന്ന മട്ടിൽ ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിന്നെ ഭൂലോകത്ത് സ്ത്രീയും പുരുഷനും മാത്രമല്ല മറ്റു ജെൻഡറുകളിലുള്ള ആളുകളുമുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഇത് വേണം. നേരത്തെ മെയിൽ ഫീമെയിൽ ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്കറിയാം ജെൻഡർ എന്നുള്ള പോയിന്റിൽ കുറച്ച് എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ട് ആളുകളുടെ ആപ്ലിക്കേഷൻ ഫോമിലൊക്കെ ജെൻഡർ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ജെൻഡർ എന്താണ് നമ്മളാണ് പറയാനുള്ള ഒരു സാധ്യത തുറന്നു വിട്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ 2016 ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു പോളിസി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം. നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി മറ്റേ മുനീർ സാഹിബ് ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭൂലോകത്ത് ജീവിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും പരിഗണന അർഹിക്കുന്നത് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ജെൻഡർ എന്താണ് എന്ന് വ്യക്തമാക്കാനുള്ള ഒരു സമയമൊന്നുമില്ല. എന്തായാലും സെക്സ് എന്ന് പറയുമ്പോൾ അത് ബയോളജിക്കൽ ആണ് എന്നും ജെൻഡർ എന്ന് പറയുമ്പോൾ അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബയോളജിക്കലി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നേരത്തെ നമ്മൾ അത് ജൈവശാസ്ത്രപരമാണ്, അല്ലെങ്കിൽ ജനിക്കുമ്പോഴുള്ള നമ്മളുടെ ഒരു ഐഡന്റിറ്റിയാണ്. അതിനെ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റാവുന്നതാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മളിപ്പോൾ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾക്ക് ലിംഗത്തിനനുസരിച്ച്, ജാതിക്കനുസരിച്ച്, മതത്തിനനുസരിച്ച്, പണത്തിനനുസരിച്ച്, സ്വാധീനത്തിനനുസരിച്ച്, ശാരീരിക അവസ്ഥയ്ക്കനുസരിച്ച്, പ്രദേശത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ജെൻഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് എന്ന് പറയുന്നത്. ജെൻഡർ എന്നതൊരു ജെൻഡർ സ്പെക്ട്രം എന്നാണ് പറയുന്നത്. ആൺപെൺ മാത്രമല്ല, അല്ലെങ്കിൽ ബൈനറി മാത്രമല്ല, നോൺ ബൈനറികളും ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ള LGBTIQA കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള LGBTIQA എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ഇന്റർസെക്സ്, ട്രാൻസ്ജെൻഡർ, അസെക്ഷൽ ഉൾപ്പെടെയുള്ള 70-ലധികം വിഭാഗങ്ങൾ ഇന്ന് പിന്നെ ലോകത്തുണ്ട് എന്നുള്ള കണ്ടുപിടുത്തങ്ങളല്ല, നമ്മളിങ്ങനെ ഐഡന്റിഫിക്കേഷൻ നടന്നു കഴിഞ്ഞു ഓൾറെഡി. ഇപ്പൊ നമ്മളിപ്പോഴും ആണിലും പെണ്ണിലും മാത്രം ഒതുങ്ങിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ ജെൻഡർ എന്ന് പറയുമ്പോൾ ഒരു 5 സ്റ്റെപ്പ് ഉണ്ട് അതിനകത്ത്. ഒന്ന്, നമ്മൾ ജനിക്കുന്ന സമയത്ത് നിർണ്ണയിക്കപ്പെടുന്ന, അത് നമ്മുടെ സിസ്റ്റർമാർ ഹോസ്പിറ്റലിലാണ് പ്രസവിക്കുന്നെങ്കിൽ സിസ്റ്റർമാർ വന്നിട്ട് പറയും ഇന്നാള് പ്രസവിച്ചു, ആണ് ഓർ പെണ്ണ് എന്നുള്ളത്, ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ്. മുമ്പത്തെ കാലത്തൊക്കെ ആണാണ് എന്ന് പറയും, പെണ്ണാണ് പ്രസവിച്ചു, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ലഡു ആണ് കിട്ടുന്നതെങ്കിൽ ജനിച്ചത് ആണാണ് എന്ന് നമുക്ക് തീരുമാനിക്കാമായിരുന്നു. മിഠായി ആയിരുന്നു കിട്ടുന്നതെങ്കിൽ അത് പെൺകുട്ടിയാണ് ജനിച്ചത്. ആഘോഷങ്ങളൊക്കെ കുറവാണ്, കാരണം ആണ് വരവും പെണ്ണ് ചെലവും എന്നുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മളിപ്പോൾ കുട്ടികളെ വേണ്ട, കല്യാണമേ വേണ്ട, കുട്ടികളെ വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ. മാത്രമല്ല അതിനകത്ത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജനിക്കുന്ന സമയത്തുള്ള ബാഹ്യമായിട്ടുള്ള അവയവങ്ങളെ നോക്കി മാത്രമാണ് ആണ് പെണ്ണ് എന്നുള്ള ഒരു നിർണയം നടത്തുന്നത് ഇന്റേണൽ ഓർഗൻസ് വെച്ചിട്ടാണ്, എക്സ്റ്റേണൽ ഓർഗൻസ് വെച്ചിട്ടാണ്. ഇന്റേണൽ ഓർഗൻസ് നേരെ ഓപ്പോസിറ്റ് ആകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം വെച്ചാൽ 2 അവയവങ്ങളോടും കൂടി ജനിക്കുന്ന ഇന്റർസെക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പോലും നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പിന്നെ എറണാകുളത്ത് മത്സരിച്ച ചിഞ്ചു അശ്വതി ഒരു ഇന്റർസെക്സ് ആണ്. ഒരുപാട് പേര് ഇപ്പൊ ഐഡന്റിറ്റി പോളിസി വന്നതോടുകൂടി തന്നെ തന്റെ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താനായിട്ട് ഒരുപാട് ആളുകൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഈ 5 തലങ്ങളുടെ 5 ഡയമെൻഷനിലെ ഒരു കാര്യം, ഒന്ന് ജൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യം, മറ്റൊന്ന് ജെൻഡർ ഐഡന്റിറ്റിയാണ്. അത് ഞാൻ ആരാണ് എന്ന് സ്വയം
ബോധം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. മറ്റൊന്ന് ജെൻഡർ എക്സ്പ്രഷനാണ്. നമ്മുടെ വസ്ത്രധാരണം, രീതികൾ, സംസാരം, നമ്മുടെ പെരുമാറ്റം ഒക്കെ തന്നെ വ്യത്യാസം വരും. അതിനെയാണ് നമ്മൾ ജെൻഡർ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഉണ്ട്. നമ്മൾക്ക് പെണ്ണിന് പെണ്ണിനോട്, അല്ലെങ്കിൽ ആണിന് ആണിനോട്, അല്ലെങ്കിൽ പെണ്ണിന് ആണിനോടും പെണ്ണിന് പെണ്ണിനോടും, അതായത് ബൈസെക്ഷൽ എന്നൊക്കെ പറയുന്ന ഇത്. ഹെട്രോസെക്ഷലും ഹോമോസെക്ഷലും ബൈസെക്ഷലും അസെക്ഷലും ഒക്കെ ആ ഒരു വിഭാഗത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ ജെൻഡർ റോൾസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പോലീസ് എന്ന് പറയുമ്പോൾ അടുത്ത കാലം വരെ നമ്മളുടെ മനസ്സിൽ ആണായിരുന്നു, കാരണം നമ്മുടെ പാഠപുസ്തകത്തിൽ വരെ അങ്ങനെയായിരുന്നു. ഇനി നഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ഒരു സ്ത്രീയുടെ ചിത്രമാണ് നമ്മൾക്ക് വരിക. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഓരോ ജോലി മേഖലകളിൽ പോലും നമ്മൾ അതിനനുസരിച്ച് ഈ സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ഫീൽഡ്, നഴ്സിംഗ് ഫീൽഡ്, റിസപ്ഷനിസ്റ്റ് പോലെയുള്ള ഫീൽഡുകളായിരുന്നു. അത് എന്താ ഇപ്പം നമുക്കറിയാം, അങ്കണവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഇതൊക്കെ സ്ത്രീകളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ ജോലിയുടെ ഒരു സ്വഭാവമുണ്ട്. ഞാനത് സമയമില്ലാത്തതുകൊണ്ട് അതിനകത്തേക്കൊന്നും കിടക്കുന്നില്ല. മാത്രമല്ല, കുറഞ്ഞ വേതന, കൂടുതൽ സമയം ചെയ്യണം, ക്ഷമ വേണം. ഈ ക്ഷമയും എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ സ്ത്രീകൾക്ക് വേണ്ടി. എന്നിപ്പോൾ ഒരു പെണ്ണല്ലേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതല്ലേ, കുട്ടികൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആ ഒരു വളരെ രസകരമായിട്ട് കാര്യം, നമ്മുടെ നാട്ടിൽ ഭാര്യ മരിച്ച ഭർത്താവ് മരിച്ച ഭാര്യയും, ഈ രണ്ട് പേരെ എടുത്തു കഴിഞ്ഞാൽ, ഭർത്താവ് ഒരു കല്യാണം കഴിക്കാൻ, ഭാര്യ മരിച്ച ഭർത്താവ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ നമ്മളൊരു ശരിയാണ്, വേണ്ടതല്ലേ, കുടുംബത്തിലെ മക്കളെ നോക്കാൻ, ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾക്ക് അത് വേണ്ടത് തന്നെയാണ്. എല്ലാവരും ആ ഒരു തീരുമാനത്തിലെത്താൻ ആർക്കും ഒരു പ്രയാസമില്ല. നേരെ മറിച്ച് ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കമൻസുകളിലൊക്കെ കൊന്ന് നമ്മൾ പോവുക. ഓള് ചെതയൊന്നും ഒടുങ്ങിയിട്ടില്ല, ആ കുട്ടികളെ വിചാരിച്ചോ, കുടുംബത്തെ വിചാരിച്ചോ, എന്താ പറയുക പാരമ്പര്യമായിട്ടുള്ള നമ്മളുടെ ഇതിനെ വിചാരിച്ചോ, മാത്രമല്ല ഓള് ജില്ലേനും സ്റ്റേറ്റിനും പിന്നെ എന്താ പറയുക രാജ്യത്തെ വരെ അവൾക്ക് വിചാരിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നും ഇപ്പം ഇല്ലല്ലോ, നമ്മൾ പങ്കാളി എന്നുള്ളൊരവസ്ഥയിൽ ഒരു പാർട്ട്ണർ ഉണ്ടാവുക എന്നുള്ളത് എല്ലാ മനുഷ്യൻ്റെയും ആവശ്യമാണ്. അപ്പം അതിന് സ്ത്രീക്കൊരു വേർഷൻ, പുരുഷനൊരു വേർഷൻ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൊക്കെ നമ്മളുടെ ജെൻഡർ റോളുകൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അടുക്കള പണി പെണ്ണിൻ്റെ, അല്ലെങ്കിൽ പുറത്തു പോയി പണിയെടുക്കേണ്ടത് ആണിൻ്റെ, അല്ലെങ്കിൽ കുട്ടികളെ നോക്കേണ്ടത്. നമ്മൾ ഇവിടെ മനസ്സിലായി ജെൻഡർ ഇതിൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഗർഭം ധരിക്കുക, പ്രസവിക്കുക, മുലയൂട്ടുക എന്നുള്ളത് മാത്രമാണ് സ്ത്രീക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലി. ബാക്കിയുള്ള എല്ലാ ജോലികളും നമുക്ക് എല്ലാ ആളുകൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, കൂടെയുള്ള എല്ലാ ആളുകൾക്കും ചെയ്യാനുള്ളൂ. അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുമ്പോൾ പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും പരസ്പര ധാരണയും പരസ്പര ബഹുമാനവും പരസ്പര സഹകരണവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കൂടുമ്പോൾ ഇമ്പമുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ പറയാതെ അറിയുന്ന, അല്ലെങ്കിൽ നോക്കിക്കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ ജെൻഡർ ഫ്രണ്ട്ലി ആവുക എന്ന് പറയാം. ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റ്, ജെൻഡർ ഫ്രണ്ട്ലി റോഡ്, ജെൻഡർ ഫ്രണ്ട്ലി വീട്, ജെൻഡർ ഫ്രണ്ട്ലി പഞ്ചായത്ത്, ജെൻഡർ ഫ്രണ്ട്ലി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മളിങ്ങനെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ വാത്തോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ജെൻഡർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഇവിടെ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശങ്ങൾക്ക് അർഹതയുണ്ട്. അത് ആർക്കൊക്കെയാണോ ലഭ്യമല്ലാത്തത്, ആ ലഭ്യമല്ലാത്ത ആളുകളെ ചേർത്ത് പിടിച്ച് ഒരു സൈക്കിളിൻ്റെ 2 ചക്രം പോലെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത്. അതിന് ആണെന്നോ പെണ്ണെന്നോ ഇല്ല. സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ സാധ്യമായവർ ചെയ്യട്ടെ. അതിനാവശ്യമായിട്ടുള്ള അവസരങ്ങൾ, സപ്പോർട്ടുകൾ, അറിവുകൾ, കഴിവുകൾ, അതുപോലെ തന്നെ എന്താ പറയുക സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുക ഓരോ മനുഷ്യരും. പെണ്ണായതിൻ്റെ പേരിൽ, പ്രായമായതിൻ്റെ പേരിൽ, കുട്ടിയായതിൻ്റെ പേരിൽ, ട്രാൻസ്ജെൻഡർ ആയതിൻ്റെ പേരിൽ, LGBT QA ടൈപ്പ് ആളുകളായതിൻ്റെ പേരിൽ, ശാരീരിക ഭിന്നശേഷിക്കാരായതിൻ്റെ പേരിൽ ഒന്നും, അല്ലെങ്കിൽ പട്ടികജാതിയായിട്ട് അല്ലെങ്കിൽ പട്ടികവർഗമായിട്ട് ജനിച്ചതിൻ്റെ പേരിൽ, പണമില്ലാത്തതിൻ്റെ പേരിൽ, സ്വാധീനമില്ലാത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യരും ഇവിടെ നിന്ന് ആ മനുഷ്യരും നമ്മളോടൊപ്പം മുന്നോട്ട് പോകേണ്ട ആളുകൾ തന്നെയാണ്. അവർക്ക് ഏത് സാഹചര്യമാണോ ഇല്ലാത്ത, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണോ അവരുള്ളത്, അവരിൽ നിന്ന് മാറ്റി നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരണം. അവിടെയാണ് ഈ ജെൻഡർ റോൾസിനൊക്കെയുള്ള വലിയ പങ്ക്. പണ്ട് കാലത്തുള്ള ഒരു സാഹചര്യമല്ല, സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. വസ്ത്രത്തിൽ, പഠനത്തിൽ, ജോലി തിരഞ്ഞെടുക്കുന്നതിൽ, ജോലി സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ, ജാതി തിരഞ്ഞെടുക്കുന്നതിൽ, അതുപോലെ തന്നെ
പിന്നെ ഓരോ പിന്നെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നതിൽ, ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ, എല്ലാത്തിലും നമ്മൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ കാണാം, നീ ഏതാ ഡ്രസ്സ്, നീ ആ ഡ്രസ്സ് മാറ്റിയിട്ട് വന്നേ, നിനക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരിക്കലും ഈ പുരുഷൻ സ്ത്രീയുടെ നേരെ നോക്കിയിട്ട് പിന്നെ ആക്രോശിക്കുന്നതേ കാണുന്നുള്ളൂ. മറിച്ച് ഒരിക്കലും നമ്മൾ അപ്പുറത്ത് ഇനിയിപ്പോൾ എന്ത് ഭക്ഷണം ഉണ്ടായാലും നമ്മളെ പാർട്ട്ണറോട് എങ്ങനെയുണ്ട് ഭക്ഷണം, അല്ലെങ്കിൽ പറയാതെ ചോദിക്കാതെ നമ്മൾ ചോദിക്കണം, എങ്ങനെയുണ്ട് പിന്നെ കറി ഇഷ്ടമായോ, അല്ലെങ്കിൽ അത് ഇഷ്ടമായോ, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇഷ്ടമായോ. നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ ചോദിക്കേണ്ട ഒരു സാഹചര്യമാണ് എല്ലായിടത്തും. നമ്മൾ ഈ ചോദിക്കാതെ തന്നെ കൊടുക്കുന്ന ഒരു സാധനം, എസ്പെഷ്യലി അപ്രീസിയേഷൻ. ഞാൻ നജീബ് കഴിഞ്ഞൊരു സെഷനിലൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് നജീബ്ക്കായുടെ. ഇലയിലേക്ക് നമ്മളെല്ലാവരും പോകണം എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ പാഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ് ഇനീഷ്യേറ്റീവ് ഓഫ് ലവ് ആൻഡ് ആക്ഷൻ. നോക്കൂ, ലവ് ആൻഡ് ആക്ഷൻ എത്ര മനോഹരമായിട്ട് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇവിടെ വളർന്നു വരേണ്ടതുണ്ട്. സ്നേഹിക്കുന്ന മനുഷ്യർ, നമുക്ക് പ്രളയം നമ്മളിങ്ങനെ പ്രളയം വരുമ്പോഴും കൊറോണ വരുമ്പോഴും നിപ്പ വരുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ മാത്രമാണ് നമ്മൾ എല്ലാം മറക്കുന്നത്. ദുരന്തങ്ങൾ ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ നല്ലത് പറയണമെങ്കിൽ അവർ മരിച്ചു പോകണം, അതല്ലെങ്കിൽ ട്രാൻസ്ഫർ ആവണം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആവണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം. ഇങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവർ ഇവിടെ ഉണ്ടെന്നും അവരെ ചേർത്ത് പിടിക്കുകയും അഭിനന്ദിക്കുകയും അല്ലെങ്കിൽ അവരെ കൈപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്താനായിട്ടുള്ള, നമ്മൾ ബന്ധങ്ങളുടെ പടവുകൾ, നമ്മളൊക്കെ മുമ്പ് ബന്ധങ്ങളുടെ പടവുകൾ പറയുമ്പോൾ മുകളിലേക്ക്, പടവുകൾ എപ്പോഴും മുകളിലേക്കാണോ? ബന്ധങ്ങളുടെ കാര്യത്തിൽ നമ്മൾ താഴോട്ടാണ് വരേണ്ടത്. വെറും സൗഹൃദം, നമ്മളിങ്ങനെ പരിചയം, സൗഹൃദം, എന്താ പറയുക, പിന്നെ അത് വളരെ ഡീപ്പായിട്ടുള്ള സൗഹൃദം, ആത്മബന്ധം. നമ്മൾ സന്തോഷിക്കുമ്പോഴും സങ്കടത്തിലും നമ്മൾ എല്ലാ മനുഷ്യനും, അത് ആണായതിൻ്റെയോ പെണ്ണായതിൻ്റെയോ മറ്റു രീതിയിലേക്കോ അല്ല, എല്ലാ മനുഷ്യനെയും എങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ജൈവശാസ്ത്രപരമായ ബയോളജിക്കൽ സെക്സ്, ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ എക്സ്പ്രഷൻ, സെക്ഷൽ ഓറിയന്റേഷൻ, ജെൻഡർ റോൾസ്, ഈ ജെൻഡർ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ 5 സ്റ്റെപ്പിനെ കുറിച്ചും നമ്മൾ മറന്നു ഇതിരിക്കണം. ഈ ജെൻഡർ ബോധമുള്ള സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും ഉണ്ടാവും. എങ്കിൽ പോലും നമ്മളിങ്ങനെ ജെൻഡർ ട്രെയിനർ, കിലയുടെ ജെൻഡർ ട്രെയിനർ, പോലീസിന്റെ ജെൻഡർ ട്രെയിനർ, അത് ആ ട്രെയിനിങ് കിട്ടി ആ മേഖലയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ജെൻഡർ ട്രെയിനർ എന്നുള്ള ഒരു പോലീസിനെയൊക്കെ ജെൻഡർ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഈ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു സ്ത്രീ ചെല്ലുമ്പോൾ ഇങ്ങനെ ചോദിക്കും, എന്താ പറയുക, നിന്റെ നാക്കൊന്ന് നിർത്ത്, അല്ലെങ്കിൽ നീ ആ കുട്ടികളെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ പരാതി കൊടുക്കേണ്ടതുണ്ടോ. നമ്മളല്ല തീരുമാനിക്കേണ്ടത് ഒരു മനുഷ്യന്റെ അവസ്ഥ വെച്ച്. പരാതി കൊടുക്കണോ കൊടുക്കണ്ടേ, ജീവിക്കണോ ജീവിക്കണ്ടേ, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങി പോരണ്ടേ, നിസ്സാര കാര്യങ്ങൾ. നമുക്ക് ടോളറേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇല്ലാതെ ആയിട്ടുണ്ട്, അത് വേറെ കാര്യം. അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇട്ടെറിഞ്ഞിട്ട് പോരണമെന്നുമല്ല, പക്ഷെ നമ്മളുടെ അസ്തിത്വം ഇല്ലാതെയാക്കി എവിടെയും ഇങ്ങനെ പിടിച്ചു നിൽക്കേണ്ട സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് ജെൻഡർ ഫ്രണ്ട്ലി ആണെന്ന് പറയാം. അതിന് നമുക്ക് ഡിഗ്നിറ്റി, നമ്മൾ അന്തസ്സ്, ഭരണഘടന പറയുന്ന അന്തസ്സ്, പിന്നെ നമ്മൾ റെസ്പെക്റ്റ്, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ എല്ലാ പിന്നെ മനുഷ്യരെയും നമ്മളിങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ ആണിനെ ഒന്ന് പെണ്ണിനെ ഒന്ന് എന്നുള്ള രീതിയിലല്ല, നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ടോക്കിൽ, കാഷ്വൽ ടോക്കിൽ ഉപയോഗിക്കുന്ന വർത്തമാനങ്ങൾ. ഞാനിങ്ങനെ പോസ്റ്റ് ട്രെയിനിങ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും എടുത്തുകൊണ്ടിരിക്കുക. വളരെ നിസ്സാരം, ആണുങ്ങൾക്ക് അറിയില്ല. ഞാനപ്പോൾ അതുകൊണ്ട് തന്നെ പറയും, പുരുഷന്മാരും വേണം, എന്നാലേ അവർക്ക് അറിയുള്ളൂ ഇന്നതൊക്കെ ഉപയോഗിക്കാം. പണ്ട് നമ്മൾ ചരക്ക് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ചരക്ക് എന്ന് പറഞ്ഞ സാധനം, കണ്ടില്ലേ, എന്തൊരു സാധനം അത് ഇപ്പോഴും നമ്മൾ അറിയാതെ ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഈ വാക്കുകളൊക്കെ ഒട്ടും ജെൻഡർ ഫ്രണ്ട്ലി അല്ല, അതല്ലെങ്കിൽ മാന്യതയുള്ള ഒരു സംസാരമല്ല, അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, മറ്റുള്ളവർക്ക് അത് ഹേർട്ട് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ അപമാനിക്കാതിരിക്കുക. നിന്നെ കൊണ്ട് എന്തിനു പറ്റും, നീ ഇവിടെ എന്തെടുക്കായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ നീയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. നീയാണ് ഇനിയിപ്പോ മല മറിക്കാൻ പോണേ, ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടുകാരെ കൂടി അതിങ്ങനെ പറയും. അപ്പൊ ഒരു സ്ത്രീക്ക് നിസ്സഹായാവസ്ഥയിൽ പറയും, നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടുകാരെ പറയുന്നത്? നമുക്കറിയാം, നമ്മളെല്ലാവരും ആളാർ യുണീക്ക്, അത് നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ മറ്റുള്ള ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ പട്ടികജാതി, നമ്മളിങ്ങനെ പറയും പട്ടികജാതി എന്ന് പറയാനും പറ്റൂല, പക്ഷെ അതിന്റെ ആനുകൂല്യങ്ങൾ അത് അവർക്ക് അർഹതപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ ഈ പറയുന്നതും അതും തമ്മിൽ എന്താ ബന്ധം? നമ്മൾ ആയ അവസ്ഥയിൽ, ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ, ഞാനൊക്കെ സർക്കാർ ആശുപത്രിയിലാണ് ട്രീറ്റ്മെന്റിന് പോകുക. അപ്പൊ എന്നോട് ആളുകൾ ചോദിക്കാം, ഓ ഇത്രയും പിശുക്കണമെന്ന്. അല്ല,
അത് നമ്മൾക്ക് വേണ്ടി പൊതുജനാരോഗ്യം, പൊതു വിദ്യാഭ്യാസം, അല്ലെങ്കിൽ പൊതുവിതരണം, ഇതൊക്കെ പറയുന്നത് നമ്മൾക്ക് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധന. നമ്മളത് ഉപയോഗിക്കുമ്പോഴാണ് അതിലെ പോരായ്മകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിന്റെ നന്മകൾ നമുക്ക് എടുത്തു പറയാൻ വേണ്ടി പറ്റുക, അതല്ലെങ്കിൽ ആ സിസ്റ്റം നിലനിൽക്കുക. ഈ ഒരു ഇത് നമ്മളിങ്ങനെ പറയണം. ഒരു പിന്നെ എന്താ പറയാ, ജെൻഡർ ഫ്രണ്ട്ലി ആകുന്ന ഒരു അന്തരീക്ഷം, അതിന് നമ്മൾ സ്വന്തം മനോഭാവത്തിൽ നിന്ന് തുടങ്ങണം കേട്ടോ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നാണ് നമ്മൾ ജെൻഡർ ഫ്രണ്ട്ലി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോകേണ്ടത്. നമുക്കറിയാം സെൽഫ് ഐഡന്റിഫിക്കേഷൻ, മോഡേൺ കൺസെപ്റ്റിൽ ഈ ജെൻഡർ ഫ്രണ്ട്ലിക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഒന്ന് സെൽഫ് ഐഡന്റിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ്. നമ്മൾക്ക് എന്താ പറയുക, സ്വയം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം, കുടുംബത്തിനകത്തായാലും അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിൽ പോലും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു റൈറ്റ് നമുക്ക് ഉണ്ടാകുന്ന അവസ്ഥയിലാണ് അതിനകത്ത് പിന്നെ ജെൻഡർ സൗഹൃദമാവുക. മറ്റൊന്ന് ഇന്റർസെക്ഷനാലിറ്റി. അപ്പൊ നമ്മളിങ്ങനെ വൈവിധ്യങ്ങളെ, ജാതി, മതം, സാമ്പത്തികം, ശാരീരിക ശേഷി എന്നിവയുമായി ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഈ ഇന്റർസെക്ഷനാലിറ്റി, വൈവിധ്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മതിൽ കെട്ടി ആണ് പെണ്ണ് അല്ലെങ്കിൽ മനുഷ്യരെ വേർതിരിക്കാനല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ, നിങ്ങൾക്കറിയാം ഓരോ പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് വേണ്ടി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും നിലവിലുള്ളവ പരിഷ്കരിക്കുകയും എടുത്ത് മാറ്റേണ്ടവ എടുത്ത് മാറ്റുകയും. ഈ 377 ഒക്കെ എടുത്തു കളഞ്ഞപ്പോ നമ്മളിങ്ങനെ ഇപ്പൊ പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട് ഇപ്പൊ എന്തും ആവാലോ. അതായത് പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തി എന്ന് പറയുന്നുണ്ട് ഭാഗ്യം, പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ ആർക്കും ആരുടെ കൂടെ വേണമെങ്കിലും പോവാം, സെക്സ് ചെയ്യാം. അതിനൊന്നും ഇപ്പൊ തടസ്സമില്ലല്ലോ നിയമം തടസ്സമുണ്ട്. അതായത് നമ്മളത് വായിക്കുന്നതിന്റെ ഒരു കുഴപ്പമാണ്. നമ്മൾ ആ 377 ഒക്കെ എടുത്ത് കളയാനുള്ള ഉണ്ടായ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മുമ്പ് ഒരു ഭർത്താവ്, പാർട്ട്ണർക്ക് ഭാര്യ മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ അല്ലെങ്കിൽ വേറൊരാളുടെ സൗഹൃദമോ അല്ലെങ്കിൽ സ്നേഹമോ അല്ലെങ്കിൽ അവരുടെ കൂടെ പിന്നെ റൂമിൽ താമസിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യയ്ക്കെതിരെ പരാതി കൊടുക്കാൻ, ഭാര്യയ്ക്കെതിരെയും മറ്റ് എതിർകക്ഷിക്കെതിരെയും മറ്റാൾക്കെതിരെയും പരാതി കൊടുക്കാനുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് ഒരു സ്ത്രീക്ക് സ്വന്തം പാർട്ട്ണർ, ഭർത്താവ് ഇത്തരത്തിലൊരു സാഹചര്യം ആണെങ്കിൽ അതിന് പരാതി കൊടുക്കാനുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ നമുക്കറിയാം ഏതൊരു ബന്ധത്തിലും അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ, അതായത് നമ്മളിങ്ങനെ നിരന്തരം പത്രത്തിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്, കുട്ടികളെ ഇട്ടിട്ട് എന്താ പറയുക കാമുകന്റെ കൂടെ പോയി, അല്ലെങ്കിൽ ഒരു ഭാര്യ നിലനിൽക്കെ എന്താ പറയുക 2, 3, 4 പേരെ പോണോടത്തൊക്കെ സെറ്റപ്പ് ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പിന്നെ കണ്ടുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നിലവിലുള്ള പാർട്ട്ണർ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, എല്ലാവർക്കും, നമുക്ക് ഇത് സ്ത്രീക്ക് വേണ്ടി മാത്രമല്ല, നിലവിലുള്ള പങ്കാളിക്ക് അതിനകത്ത് അതൃപ്തി ഉണ്ടെങ്കിൽ നമ്മൾക്ക് പരാതി കൊടുക്കാം, അതിന് നിയമം അനുകൂലവുമാണ് എന്നുള്ള ഒരു കാര്യം ഞാനിവിടെ ഇങ്ങനെ കൂട്ടി വായിച്ചു എന്നുള്ളൂ. നമ്മൾ മനസ്സിലൊക്കെ ഞാനിങ്ങനെ അവസാനത്തിലേക്ക് പോകാൻ കാരണം ചർച്ച ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ്. ജെൻഡർ എന്ന് പറയുന്നത് മനുഷ്യരെ വേർതിരിക്കാനല്ല, നേരെ മറിച്ച് വൈവിധ്യമാർന്നിട്ടുള്ള എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും ഇവിടെ അന്തസ് അവോടുകൂടി, അഭിമാനത്തോടുകൂടി, ആയുസ്സോടുകൂടി, ആരോഗ്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ജീവിക്കാൻ നമ്മളുടെ രാജ്യത്ത് അവർക്ക് അർഹതയുണ്ട്, അവകാശമുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പിന്നെ എന്താ പറയുക സാഹചര്യം ഒരുക്കുമ്പോഴാണ് ജെൻഡർ ഫ്രണ്ട്ലി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്. ഇപ്പൊ പഞ്ചായത്തുകളൊക്കെ നിങ്ങൾക്കറിയാം 10%, മിനിമം 10% വനിതാ ഘടക പദ്ധതിക്ക് വേണ്ടി മാറ്റി വെക്കണം. പട്ടികജാതിക്കാർക്ക് സംവരണം അതിനകത്ത് പദ്ധതികളിൽ പറഞ്ഞിട്ടുണ്ട്, പട്ടികവർഗത്തിന് പറഞ്ഞിട്ടുണ്ട്, പ്രായമായ ആളുകൾക്ക് പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ വ്യത്യസ്ത മേഖലകളിലായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നിർബന്ധമായി ഇങ്ങനെ മാറ്റിവെക്കണം എന്ന് നിയമം മൂലം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 73, 74 ഭരണഘടനാ ഭേദഗതി വന്നതിൽ പിന്നെയാണ് നമ്മുടെ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ 3 ടയർ സിസ്റ്റത്തിലൊക്കെ നമ്മൾ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാര്, വൈസ് പ്രസിഡന്റുമാര്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെയൊക്കെ കണ്ടു തുടങ്ങിയത്. അതിന് നമുക്ക് 95 നിയമം വരേണ്ടി വന്നു. 73rd 74th അമെൻമെന്റ് വന്നപ്പോഴാണ്. ഇപ്പോഴും
നിയമസഭയിൽ നമ്മളുടെ നാട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കുന്ന നിയമസഭയിൽ ഇപ്പോഴും 33% സംവരണം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. കേരളത്തിൽ കഴിവുള്ള സ്ത്രീകൾ ഇല്ലാത്തത് കൊണ്ടല്ലോ. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും അതേക്കുറിച്ച് കഴിഞ്ഞ എലക്ഷൻ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഈ എലക്ഷൻ കഴിഞ്ഞു, എത്ര പേര് വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തി. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനിതകളുള്ള ഒരു സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ, അതായത് പുരുഷനേക്കാൾ സ്ത്രീ ജനസംഖ്യ 1084 എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകൾ ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ ഈ വനിതാ വോട്ടർമാരുടെ പങ്കാണ് പിന്നെ വിജയം നിർണയിക്കുന്നതിൽ എന്ന് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പോലും എലക്ഷൻ സമയത്ത് ഈ മറ്റു ജെൻഡറിലുള്ള വിഭാഗത്തിൽ ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേരളത്തിൽ. 25,000-ലധികം പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ വയനാട് മാത്രമാണ് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെ എലക്ഷനിൽ മത്സരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതൊക്കെ നമ്മളുടെ ചിന്തകളിലൂടെ പോകണം. നേരം വെളുക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ നമ്മളുടെ ചിന്തയിലേക്ക് നമ്മൾ ഇന്ന് പരിഗണിക്കേണ്ടവരെ പരിഗണിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ ഇനി ആരെങ്കിലും ചേർത്ത് പിടിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഓർക്കാൻ മറന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ ഇനി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടോ, പരിഗണനയോ സപ്പോർട്ടോ സാഹചര്യമോ. ഞാനിങ്ങനെ പറയാറില്ല, ഈ ലിംഗസമത്വം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രമേ, ജെൻഡർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് നിങ്ങളുടെ സിജിയോട്, എസ്പെഷ്യലി നൂസിയ മാമിനോട് പ്രത്യേകം നന്ദിയുണ്ട്. കാരണം ഇത്തരം ഓരോ വിഷയങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഓരോ വിഷയം, ഞാനിപ്പോൾ ഈ അടുത്ത കാലത്താണ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തത്, പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഓരോ വിഷയങ്ങൾ എനിക്കധികം ഭയങ്കരമായിട്ട് എന്താ പറയുക അട്രാക്റ്റീവ് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ഇഷ്ടം തോന്നി. നുസിയ പറഞ്ഞു എന്നെ കണ്ടിട്ടുണ്ട് മുമ്പ് എന്നുള്ളത്. എൻ്റെ പഞ്ചായത്തിൽ വെച്ച് ഞങ്ങളിങ്ങനെ വിധവകളായിട്ടുള്ള വിവാഹമോചിതരായിട്ടുള്ള ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രൊജക്റ്റ് വെച്ചു. അത് ഷാജിദ ആറ്റാശ്ശേരി എന്ന് പറയുന്ന ICDS സൂപ്പർവൈസർ, വേറിട്ട പാതയിൽ സഞ്ചരിക്കുന്ന ഒരു കക്ഷിയും കൂടിയാണ്. ആളുടെ ഉള്ളിൽ ഞാനിവിടെ ഇങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ പഞ്ചായത്തും അല്ലെങ്കിൽ ജെൻഡറിന്റെ ഒരു കിലയുടെ ഒരു എക്സ്റ്റൻഷൻ ഫാക്കൽറ്റി എന്നുള്ള നിലയിലൊക്കെ നമ്മളും കൂടി ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ വളവും വെള്ളവും ഇതൊക്കെ കൊടുത്ത് നമ്മളും ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ അന്ന് നൗസിയ മാമിന് അറിയുന്നുണ്ടാവും എത്ര മനുഷ്യരാണ് വൈകുന്നേരം പോവാനായപ്പോഴത്തേക്കും അവര് കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞിട്ട് പോയത്. അവർക്ക് വേണ്ടി ഒരു ദിവസം നമ്മളിങ്ങനെ ടൂറ് പോകുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ടൂറ് പോകും. പെൺകുട്ടി വീട്ടിൽ വന്ന് ടൂറ് പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും, അതിപ്പോൾ ഒന്നും പോകണ്ട, അതൊക്കെ കല്യാണം കഴിച്ചിട്ട് എന്താ പറയാ ഒക്കെ പോയാൽ മതി എന്നുള്ള ഒരു അതാ. നേരെ മറിച്ച് ആൺകുട്ടി വീട്ടിൽ വന്ന് ടൂറ് പോട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്ത ചോദ്യം, പെൺകുട്ടികളുടെ കേസിൽ നമ്മളും ചോദിക്കും ആരൊക്കെ പോരുന്നത് എന്നുള്ള ചോദ്യം കൂടി ചോദിക്കുക. ആൺകുട്ടികളുടെ കേസിൽ വന്നു കഴിഞ്ഞാൽ എവിടേക്കാ പോണത്, എത്രയാ പൈസ എന്നുള്ള ചോദ്യം. എന്താണ് ഓരോ സാഹചര്യത്തിലും ആയിരിക്കുന്ന സാഹചര്യം പിന്നെ എന്താ ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ വെറുതെയെങ്കിലും പറയും കുട്ടികളുടെ ഉടുപ്പൊന്നും എടുത്തു വെക്കരുത്. കുട്ടികളുടെ എന്ന് മാത്രമല്ല, നമ്മളുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള എത്ര പാത്രങ്ങൾ ഉണ്ടാവും, നമ്മൾ എടുക്കാതെ വെച്ചിട്ടുള്ള എത്ര ബെഡ്ഷീറ്റ് ഉണ്ടാവും, നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള എത്ര ഡ്രസ്സുകൾ ഉണ്ടാവും. അങ്ങനെ ഉപയോഗിക്കാതെ ഇങ്ങനെ മാറ്റി വെച്ച് ആരെങ്കിലും വിരുന്ന് വരുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേക ഒക്കേഷൻ ഇല്ല, നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട. കാരണം ഇന്നുകളെ സന്തോഷപ്രദമാക്കി ഇന്ന് അന്തസ്സോടെയും അഭിമാനത്തോടെയും ആയുസ്സോടെയും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരെയും കർത്തവ്യം. എൻ്റെ ഫ്രണ്ട് ഡോക്ടർ MG മല്ലിക പറയുന്ന പോലെ നമ്മുടെ ഹിതം മറ്റുള്ളവർക്ക് അവിഹിതമാവും. അപ്പോൾ നമ്മളൊരു മനുഷ്യൻ, ഇത് പറയുമ്പോൾ തന്നെ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്ക് സങ്കടമാകാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കം മാത്രം നമ്മൾ നടത്തിയാൽ മതി. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒരൊറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോ പുതിയ നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ നമുക്കറിയാം ഇവിടെ പുതിയ നിയമങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് പറഞ്ഞാൽ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ ഓരോന്ന് കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
അല്ലെങ്കിൽ ഈ പിന്നെ ഓരോ നിയമങ്ങളും നമ്മൾക്ക് അനുസരിക്കാനുള്ളതാണ്. അത് ഇങ്ങനെ ഹെൽമെറ്റ് വെക്കുന്നത് പോലീസുകാർക്ക് വേണ്ടി എന്നുള്ള ചിന്ത മാറ്റിക്കൊണ്ട് ഹെൽമെറ്റ് വെക്കുന്നത് എൻ്റെ തലയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്ത, അത് നമ്മളിങ്ങനെ ഓരോരുത്തരോടും നമ്മളിങ്ങനെ പിന്നെ ഞാൻ പാരന്റിങ്ങിന്റെ ക്ലാസ് എടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാനിങ്ങനെ എപ്പോഴും പറയും, മത്തം കുഴിച്ചിട്ടാ കുമ്പളം മുളക്കില്ല എന്നിങ്ങനെ പറയും. അപ്പൊ നമ്മളിങ്ങനെ കുട്ടികളുള്ള ആളുകളോട് പറയാൻ പറ്റുന്നത്, നിങ്ങളുടെ ആൺകുട്ടിക്ക് പറയാൻ പറ്റണം എന്താണ്, നിങ്ങളെ എൻ്റെ ഉപ്പയെ പോലെ അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ പോലെ ആകണം ഞാൻ എന്ന്, അതാണ് എൻ്റെ റോൾ മോഡൽ എന്ന്. നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക് പറയാൻ പറ്റണം, എൻ്റെ ഉമ്മയാണ് എൻ്റെ അമ്മയാണ് റോൾ മോഡൽ എന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. എല്ലാവരും എല്ലാവർക്കും റോൾ മോഡലായി മാറിയാൽ ഈ ലോകം തന്നെ മനോഹരമാവും. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു ചുവടുവെപ്പാണ് ഈ ജെൻഡർ ഫ്രണ്ട്ലി എന്ന് പറയുന്ന ഒരു ആശയം, ലിംഗസമത്വം എന്ന് പറയുന്ന ആശയം. സിജി ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് മുൻകൈ എടുത്തതിന് ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. മഹീദ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, എല്ലാവർക്കും നന്ദി. എന്നെ വിളിച്ചവർക്ക് കേട്ടവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. ഒരു മിനിറ്റ് അധികം എടുത്തു, സോറി. ഓക്കെ, വിവിധ കാഴ്ചപ്പാടുകളിലൂടെ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ജെൻഡർ ഫ്രണ്ട്ലി ആയി സമൂഹത്തിൽ നിയമാനുസൃതമായി സമത്വം കൊണ്ടുവരിക എന്ന തിരിച്ചറിവ് നൽകിക്കൊണ്ട് ചടുലമായ താളത്തോടെ ഈ ഒരു പ്രഭാതത്തെ ശബ്ദഗാംഭീര്യം കൊണ്ട് ഉണർവ് നൽകിയിരിക്കുന്നത് രോഹിണി മാഡമാണ്. ലിംഗവിവേചനത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ചുരുങ്ങിയ സമയത്തിനകം ആഴത്തിൽ അവലോകനം നടത്തി ഈ ഒരു അസുലഭ നിമിഷം സമ്മാനിച്ച രോഹിണി മാഡത്തിന് ഡിവിഷന്റെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് ഈ ഒരു മാഡത്തെ ഈ ഒരു സെഷന് വേണ്ടി നൽകിയിരിക്കുന്നത് മഹിത മാഡാണ്. മാഡത്തെയും ഈ ഒരു വേളയിൽ ഞങ്ങൾ ഓർക്കുകയാണ്. അതോടൊപ്പം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുകൊണ്ട് ഈ ഒരു സമത്വത്തിന്റെ പ്രസാദാത്മകമായ ഒരു സാമൂഹിക ശ്രമത്തെ വരച്ചു കാട്ടിയ മാഡത്തോടൊപ്പം നമ്മോടൊപ്പം ഇന്ന് ചേർന്നിരിക്കുന്നത് കേരളത്തിന്റെ വിവിധ ജില്ലയിൽ നിന്നുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നുള്ള പ്രിയപ്പെട്ട നമ്മുടെ ശ്രോതാക്കളാണ്. അതോടൊപ്പം അവരെയും ഈ ഒരു ഡിവിഷന്റെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ഡിവിഷൻ ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജ് ജംഷീർ സാർ, അതുപോലെ മറ്റ് ഡിവിഷൻ അംഗങ്ങളെയും ഈ ഒരു പ്രഭാതത്തിൽ നന്മയോടെ ഓർക്കുന്നതോടൊപ്പം രോഹിണി മാഡം പറഞ്ഞതുപോലെ ഇന്നുകളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാഡത്തിന് ഒരിക്കൽ കൂടി ഹൃദ്യമായ നന്ദി. ഇതോടുകൂടി ഇന്നത്തെ ഒരു സെഷൻ സമാപിക്കും. താങ്ക് യു.